ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു മസാല കുഴക്കട്ടി ഉണ്ടാക്കാം. ഇതിപ്പോൾ ഏത് സമയത്ത് വേണ്ടെങ്കിലും കഴിക്കാം. ഞാനിത് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്. ഇത് 1 കപ്പ് വറുത്ത അരിപ്പൊടി, ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തേങ്ങാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചത്തേങ്ങ ഇല്ലാത്തത് കൊണ്ടാണ് ഈ തേങ്ങാപ്പൊടി ചേർക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. കുറേശ്ശെ ചൂടുവെള്ളം ഒഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇത്രയും മതി. ഇത് നല്ല ചൂടുണ്ട്. കുറച്ച് സമയം അടച്ച് വെക്കാം, ഇതിൻ്റെ ചൂടൊന്ന് മാറാൻ വേണ്ടി. ഇത് ചൂട് മാറിയിട്ടുണ്ട്. കൈവച്ചൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇത് ചെറിയ ചെറിയ ബോൾസായി ഉരുട്ടിയെടുക്കാം. ഇതുപോലെ ചെറിയ ബോൾസായി ഉരുട്ടിയെടുത്തിട്ടുണ്ട്. എല്ലാം ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടി ഒരു മസാലക്കൂട്ട് റെഡിയാക്കാം. ചൂടായ എണ്ണയിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഓണിയൻ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില, 3 ഉണക്കമുളക്, ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി മൂത്ത് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ചിക്കൻ മസാലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി. ഇതെല്ലാം കൂടി ഒന്നും കൂടി വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നല്ല പഴുത്ത ഒരു തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. തക്കാളി വെന്ത് നല്ല സോഫ്റ്റായി വരണം. ഇതിപ്പോൾ തക്കാളി നന്നായി വെന്ത് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് വേവിച്ച് വെച്ച കുറച്ച് കടല ഇട്ട് കൊടുക്കാം. കടല ഇട്ട് കൊടുക്കുമ്പോൾ ഈ മസാലക്കൊരു നല്ല ടേസ്റ്റാണ്. കടല ഇട്ട് കൊടുത്ത് ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. കടല ഇടാണ്ട് ഇത് ഉണ്ടാക്കാം. കടല ഉണ്ടാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് എന്നേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളം തന്നെ ഒഴിക്കണം. കുഴക്കട്ട വേവാൻ ആവശ്യമുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഈ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കുഴക്കട്ടയ്ക്ക് ഉപ്പും കൂടി കൂട്ടിയായിരുന്നു മിക്സ് ചെയ്തത്. അപ്പോൾ അത് കണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കണം. ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ബോൾസ് ഇട്ട് കൊടുക്കാം. ബോൾസ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ബോൾസ് വേവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയിലയും കൂടി ഇട്ട് ഇതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നല്ലൊരു മണമായിരിക്കും. ഇതുപോലൊരു കുഴക്കട്ടി ഉണ്ടാക്കിയില്ലെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ആയത് കഴിക്കാൻ വേണ്ടി. ഇതിപ്പോൾ ഈ ബോൾസ് എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ അരിപ്പൊടി കലക്കിയതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ അരിപ്പൊടി കലക്കിയത് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ഗ്രേവി നല്ല തിക്കാവും. അപ്പോൾ ഈ ബോൾസും ഗ്രേവി എല്ലാം കൂടി ഒന്നിച്ച് ചേരും. എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു തിള വരുമ്പോഴത്തേക്കും സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരു തിള വരുമ്പോഴത്തേക്കും സ്റ്റൗ ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് അടിക്ക് പിടിച്ചു പോകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടിപൊളി മസാല കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.